ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് ഇൻട്രാഡേ ഇക്വിറ്റി സീരീസിൻ്റെ ഫൈനൽ എപ്പിസോഡാണ്, അവസാന എപ്പിസോഡാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2-3 ആഴ്ചകളിൽ കണ്ടിന്യൂസ്ലി ഇൻട്രാഡേ ഇക്വിറ്റി വീഡിയോസ്, ലൈവ് ട്രേഡ് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ എങ്ങനെയാണ് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, ട്രേഡ് മാനേജ് ചെയ്യുന്നത്, സ്റ്റോക്ക് സെലക്ഷൻ എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, റൈറ്റ്? അപ്പം ഇന്നത്തെ ഈ ഒരു ഫൈനൽ വീഡിയോയിൽ ലൈവ് ട്രേഡ് വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ട്രേഡ് ചെയ്തിരുന്നു. ഇന്ന് ഏകദേശം ഒരു ബ്രേക്ക് ഈവൻ ഹ്യുണ്ടായിലാണ് ഒരു ട്രേഡ് എടുത്തത്. ചെറിയൊരു പ്രോഫിറ്റ് ഞാൻ ബുക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് റിസ്ക് റിവാർഡിനെ പറ്റിയാണ്, RR. ഓക്കെ, അപ്പം ഞാൻ നിങ്ങളോട് പറയുന്ന ഒരേ ഒരു സജഷൻസ് മാത്രമേ ഉള്ളൂ. നിങ്ങളിത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. RR മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ട്രേഡുകൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്, നിങ്ങൾ ഇൻട്രാഡേ ഇക്വിറ്റിയിലാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ 1:2 റിസ്ക് റിവാർഡ് ഫോളോ ചെയ്യാം, ഇല്ലെങ്കിൽ 1:1.5 ഈ റിസ്ക് റിവാർഡ് നിങ്ങൾ ഫോളോ ചെയ്യാം. കാരണം ഈ 1:2ഉം 1.5ഉം നമുക്ക് എപ്പോഴും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട്, അല്ലെങ്കിൽ അതുപോലുള്ള ട്രേഡ് ഓപ്പർച്യൂണിറ്റികൾ തരാറുണ്ട്. ഈവൻ നിങ്ങൾ എൻ്റെ ലൈവ് ട്രേഡിംഗ് വീഡിയോസ് നോക്കുകയാണെങ്കിൽ എനിക്ക് എല്ലാ ദിവസവും ഞാൻ 1:2 ആണ് ഫോളോ ചെയ്തത്. മോസ്റ്റ്ലി എനിക്കത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഒരു റിസ്ക് റിവാർഡ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. 1:1.5 അല്ലെങ്കിൽ 1:2. അതിൽ കുറവും അതിൽ കൂടുതലും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി പറ്റും. പല ആൾക്കാർക്കുള്ള ഒരു കൺഫ്യൂഷനാണ്, റൈറ്റ്? ഇക്വിറ്റിയിൽ വലിയ പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി പറ്റുമോ, നമുക്ക് സ്റ്റോക്ക് ഓപ്ഷൻസിലാണല്ലോ വലിയ പ്രോഫിറ്റ് കിട്ടൂലേ എന്നുള്ള പല ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്, ഒരു ടേബിൾ ഞാനിവിടെ കാണിച്ചു തരാം. ഇവിടെ പ്രോഫിറ്റ് ആഫ്റ്റർ 100 ട്രേഡ്സ്, 100 ട്രേഡ് ചെയ്തതിന് ശേഷം, അതായത് നമ്മളൊരു റിസ്ക് റിവാർഡ് ഫോളോ ചെയ്തു, 1:2 ഫോളോ ചെയ്തു, അതുകൂടാതെ 1:1.5 ഫോളോ ചെയ്തു. ഇത് ഫോളോ ചെയ്യുവാണെങ്കിൽ 100 ട്രേഡ് നമ്മൾ കറക്റ്റായിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഓവറോൾ എത്ര പ്രോഫിറ്റ് കിട്ടും നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന എക്സാമ്പിളിൽ റിസ്ക് പെർ ട്രേഡ് 5000 രൂപയാണ്. 5000 രൂപയാണ് നിങ്ങൾ ഒരു ദിവസം റിസ്ക് എടുക്കുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ നിങ്ങൾ 5000 രൂപയാണ് നിങ്ങൾ റിസ്ക് എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ 1% ആണ് റിസ്ക് എടുക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഏകദേശം നിങ്ങളുടെ ക്യാപിറ്റൽ 5 lakh ആയിരിക്കണം, അല്ലേ? ഇനി നിങ്ങൾ 2% ആണ് റിസ്ക് എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റൽ ഏകദേശം ഒരു 2.5 lakh ആവശ്യമായിട്ട് വേണം. അപ്പോൾ ഞാനെപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ക്യാപിറ്റലിൻ്റെ 1 to 2% റിസ്ക് എടുക്കുക എന്നുള്ളത്. അതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള മെത്തേഡ്. ഓക്കെ, ഇനി നിങ്ങൾ 1:2 ഫോളോ ചെയ്തു, റൈറ്റ്? ആൻഡ് ഓൾസോ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന അക്യുറസി 60% മാത്രമാണ്. വളരെ കുറവ് അക്യുറസി മാത്രമേ എടുത്തിട്ടുള്ളൂ. നമുക്ക് ഈ 70%, 80%, അല്ലെങ്കിൽ 100% അക്യുറസി ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഏത് സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രേഡർ, റിപ്പീറ്റ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഏത് ട്രേഡറിന് ചോദിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു റേഞ്ച് മാത്രമേ അവർക്കും അക്യുറസി ഉണ്ടാകുള്ളൂ. ഓക്കെ, കാരണം അവർ ഓവറോൾ സക്സസ്ഫുൾ ആവുന്നത് അവരുടെ ലോസ് കറക്റ്റായിട്ട് മാനേജ് ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 60% അക്യുറസി എടുത്തു, അതായത് 100 ട്രേഡ് എടുത്തതിന് ശേഷം. 100 ട്രേഡ് എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഏകദേശം എത്ര ദിവസം വരും? അതായത് ഒരു ദിവസം ഒരു ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 5 മാസം കൊണ്ട് നിങ്ങൾക്ക് 100 ട്രേഡുകൾ കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും, അപ്രോക്സിമേറ്റ്ലി, അല്ലേ? അപ്പോൾ നിങ്ങൾ 100 ട്രേഡ് എടുക്കുകയാണെങ്കിൽ 60% അക്യുറസിയിൽ ഏകദേശം 60 തവണ നിങ്ങൾക്ക് വിൻ ചെയ്യാൻ വേണ്ടി പറ്റും, പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി പറ്റും. 40 തവണ നിങ്ങൾക്ക് ലോസ് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലേ? 60%. അപ്പോൾ നിങ്ങൾ ഓരോ തവണ വിൻ ചെയ്യുമ്പോഴും 10,000 രൂപ, നിങ്ങൾ ലോസ് ചെയ്യുന്ന സമയത്ത് 5,000 rupees. അങ്ങനെ നിങ്ങൾ ഈ ഒരു 60% അക്യുറസി ഓവറോൾ നിങ്ങൾ 100 ട്രേഡ് എടുത്ത് കഴിയുവാണെങ്കിൽ, എക്സാക്ട്ലി 1:2 ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് 4 lakh rupees നിങ്ങൾക്ക് നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. 4 lakh rupees. ഇവിടെ ബ്രോക്കറേജും ചാർജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്രോക്കറേജ് ഒക്കെ നമുക്ക് വളരെ കുറവേ വരുള്ളൂ. ഓവർ ട്രേഡിംഗ് ഒക്കെ ചെയ്താലേ ബ്രോക്കറേജ് കൂടുതൽ വരും. ഏകദേശം ഒരു 25,000 to 30,000 മേ ബി അപ്രോക്സിമേറ്റ്ലി നമുക്ക് ബ്രോക്കറേജ് ചാർജസ് വരും. എങ്കിൽ പോലും ഒരു 3.5 എടുക്കാം, നമുക്ക് എന്താണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു പ്രോഫിറ്റ് കിട്ടുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. നിങ്ങൾ 60% അക്യുറസി മാത്രമേ ഫോളോ ചെയ്യുന്നു, നിങ്ങൾ വലിയ അക്യുറസി ഒന്നും ആവശ്യമില്ല. ഓക്കെ, എങ്കിൽ പോലും നിങ്ങളുടെ 5 month കൊണ്ട് നിങ്ങളുടെ 5 lakh ആണ് ക്യാപിറ്റൽ നിങ്ങൾ ഡിപ്ലോയ് ചെയ്തെങ്കിൽ സ്റ്റിൽ 4 lakh നിങ്ങൾക്ക് അവിടെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ. ഓക്കെ, ഇനി ഇവിടെ നിങ്ങളുടെ മൈനർ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് ചില സമയങ്ങളിൽ നിങ്ങൾ ഏർലി എക്സിറ്റ് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ കവർ ചെയ്തെങ്കിൽ പോലും കറക്റ്റായിട്ട് നിങ്ങൾ ഡിസിപ്ലിനോടെ കൂടെ ഫോളോ ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി 50% ആവശ്യമില്ല, നിങ്ങൾക്കൊരു 60% ആവശ്യമില്ല, നിങ്ങളൊരു 50%, 50% അക്യുറസി ആണെങ്കിൽ പോലും 50% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെടുത്ത ട്രേഡ് പകുതിയും
ലോസ് ബുക്ക് ചെയ്ത ദിവസങ്ങളിൽ. ഓക്കെ, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പോലും നിങ്ങൾക്ക് 2.5 lakh rupees നിങ്ങൾക്ക് ഓവറോൾ പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി പറ്റും ഈ ഒരു റിസ്ക് റിവാർഡ് ഫോളോ ചെയ്യുവാണെങ്കിൽ. അതാണ് റിസ്ക് റിവാർഡിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പം നമ്മൾ എപ്പോഴും ലോങ് ടേമിൽ തന്നെ ചിന്തിക്കുക, ഒരു 100 ട്രേഡ് എന്ന രീതിയിൽ തന്നെ ചിന്തിക്കുക. നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് നോക്കുക. പല ആൾക്കാർക്കും ഫോളോ ചെയ്യാൻ മടിയാണ്. ആദ്യത്തെ കുറച്ച് ദിവസം ഫോളോ ചെയ്യും, പിന്നെ അവർ അങ്ങ് കയ്യിൽ നിന്ന് പോകും, കുറച്ച് എന്തെങ്കിലും ഓവർ ട്രേഡ് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും, എസ്പെഷ്യലി ലോസുകൾ വരുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റായിട്ട് മാനേജ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫിഗർ റിയലിസ്റ്റിക് ആയിട്ട് ഉള്ള റിട്ടേൺ ആണ്. പിന്നെ പല ആൾക്കാരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ലിവറേജ് ഒക്കെ എടുക്കും. ഇപ്പം 5 times നമുക്ക് ലിവറേജ് തരുന്നുണ്ട് സ്റ്റോക്കിൽ, അപ്പോൾ എക്സ്ട്രാ അനാവശ്യമായിട്ടുള്ള ലിവറേജും കാര്യങ്ങളൊക്കെ എടുക്കും. അതിൻ്റെ ആവശ്യമില്ല. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എത്രയാണോ അതിനനുസരിച്ചിട്ടുള്ള പൊസിഷൻ സൈസിങ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ 5000 രൂപയിലാണ് ട്രേഡ് എടുക്കുന്നതെങ്കിൽ വിചാരിക്കാം. ഓക്കെ, സോ ഫോർ ഒരു എക്സാമ്പിൾ കാണിക്കുകയാണ്, ഞാൻ ചാർട്ടിൽ കാണിക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് നിഫ്റ്റിയൊക്കെ വലിയ മൂവ്മെൻറ്റ് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്, മാരുതി സുസുക്കിയിൽ. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ ഒരു ബൈ എൻട്രി കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, ബൈ എൻട്രി കൺസിഡർ ചെയ്യുകയാണ്. ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുന്നത് ഈ ഒരു ലെവലാണ്, ഏകദേശം 72, ഏകദേശം 72 പോയിൻ്റാണ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റിസ്ക് പെർ ട്രേഡ് എത്രയാണെന്ന് നോക്കുക. റിസ്ക് പെർ ട്രേഡ് എത്രയാണ്? 5000 അല്ലേ? 5000 രൂപയാണ് റിസ്ക് പെർ ട്രേഡ്. അപ്പോൾ 5000 ഡിവൈഡഡ് ബൈ 72 എത്രയാണോ വരുന്നത് ആ ഒരു ക്വാണ്ടിറ്റി മാത്രം നമ്മൾ ചൂസ് ചെയ്യുക. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു ക്വാണ്ടിറ്റി എടുക്കുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുവാണെങ്കിലും 5000 രൂപ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ വേണം നമ്മൾ പൊസിഷൻ സൈസിങ് ചെയ്യാനുള്ളത്. നമ്മൾ ആദ്യം സ്റ്റോപ്പ് ലോസ് ഡിഫൈൻ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് എത്രയാണ് അതിനനുസരിച്ചിട്ടുള്ള റിസ്ക് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റി മാത്രം ചൂസ് ചെയ്യുക. ചില ആൾക്കാർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കാറില്ല. ചുമ്മാ കയറി ക്വാണ്ടിറ്റി എടുത്ത് എത്രയാണ് കയ്യിലുള്ളത്, 50000 ക്യാപിറ്റലാണെങ്കിൽ അതിന് എത്ര മേടിക്കാൻ വേണ്ടി പറ്റുമോ അതിന് കൂടി ലിവറേജ് എടുത്തിട്ട് ബൈ ചെയ്യും. അങ്ങനെയല്ല ചെയ്യേണ്ട, ഒരു സിസ്റ്റമാറ്റിക്കലി നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, സ്റ്റിൽ നമുക്ക് എന്താണ് ഈ ഒരു പ്രോഫിറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും 1:2 50% അക്യുറസിയിൽ. ഓക്കെ, ഇനി 1:1.5 ഫോളോ ചെയ്താലും നമുക്ക് എന്താണ് ഈ ഒരു അക്യുറസിയിൽ 60 മുതൽ 50% അക്യുറസിയിൽ നമുക്ക് പ്രോഫിറ്റുകൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. റൈറ്റ്, അപ്പോൾ 1:1.5 നല്ല റിസ്ക് റിവാർഡ് മെത്തേഡ് തന്നെയാണ്. പല ആൾക്കാരും അത് ഫോളോ ചെയ്യാറുണ്ട്. റൈറ്റ്, അപ്പോൾ നമ്മൾ 60% അക്യുറസിയിൽ നോക്കുവാണെങ്കിൽ സ്റ്റിൽ 2.5 lakh rupees നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അവിടെ നിങ്ങൾ നോക്കണം, 100-ൽ 40 ട്രേഡുകൾ നഷ്ടമാണ്. റൈറ്റ്, സ്റ്റിൽ നമുക്ക് ഈ ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രോഫിറ്റ് ആണ്. ഇൻ കേസ് ഓഫ് റിട്ടേൺ ക്യാപിറ്റൽ നമുക്ക് വലിയ റിട്ടേൺ ആണ്. അപ്പോൾ ഇത് ഇത്രയും നമുക്ക് ആവശ്യമില്ല. ഇതിൽ നമ്മൾ എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ ചെയ്യും, അതായത് എർലി എക്സിറ്റ്, ഓവർ ട്രേഡിങ്, അല്ലെങ്കിൽ ചെറിയ പെട്ടെന്നൊരു ദിവസം വലിയ നഷ്ടങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് മിസ്റ്റേക്കുകൾ വന്നാൽ പോലും നിങ്ങൾക്ക് ഓവറോൾ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും കറക്റ്റായിട്ട് RR മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ. ജസ്റ്റ് 60% അക്യുറസിയിൽ ഒരു സെറ്റപ്പ് മതി. റൈറ്റ്, ഇനി 50% അക്യുറസിയിൽ പോലും, അതായത് 1:1.5 50% അക്യുറസിയിൽ പോലും നമുക്ക് ഏകദേശം ഒരു 1.25 lakh ഇതിൽ ബ്രോക്കറേജസ് ഉണ്ടാവും. എങ്കിൽ പോലും നിങ്ങൾക്ക് നെറ്റ് ഒരു പ്രോഫിറ്റ് കിട്ടും, നിങ്ങൾക്ക് ലോസുകൾ ഉണ്ടാവില്ല കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, ഡിസിപ്ലിനോട് കൂടി ഫോളോ ചെയ്യുക. എപ്പോഴും ലോങ് ടേമിൽ ചിന്തിക്കുക. ഒരു ഇക്വിറ്റിയിൽ ഒരു ലോസ് വന്നു എന്ന് വിചാരിച്ച്, ഇപ്പോൾ ഇന്നൊരു ലോസ് വന്നു എന്ന് വിചാരിച്ച് നാളെ ആ ഒരു സെറ്റപ്പ് അനുസരിച്ച് ട്രേഡ് എടുക്കാതിരിക്കരുത്. ട്രേഡ് എടുക്കുക. ചിലപ്പോൾ ആ ഒരു സെറ്റപ്പിൽ തന്നെ മേ ബി ഒരു 1, 2, 3 മേ ബി ഒരു 4 ലോസുകളൊക്കെ കണ്ടിന്യൂസ്ലി ലോസ് വരും. ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി കാണണം. അതുകൊണ്ടാണ് ക്യാപിറ്റലിൻ്റെ 1% അല്ലെങ്കിൽ 2% മാത്രം റിസ്ക് എടുക്കാൻ എല്ലാവരും പറയുന്നത്. നിങ്ങൾ ഏത് സെറ്റപ്പ് എടുത്താലും ആസ് പെർ സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ലോസ് വരും. അതെപ്പോഴും നമ്മൾ മാനേജ് ചെയ്യുക. അത് നമ്മുടെ കയ്യിലാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ എൻ്റെ സംഭവിക്കുകയാണെങ്കിൽ ഇപ്പം ഒരു ദിവസം നഷ്ടം വന്നു, ഓക്കെ ഫൈൻ. രണ്ടാമത്തെ ദിവസം നഷ്ടം വന്നു, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യും. മൂന്നാമതൊരു ദിവസം കൂടി ലോസ് വരുവാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് ഡേ ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി നോക്കും. കാരണം അത് ചിലപ്പം ഈ ഒരു ലോസ് ചിലപ്പോൾ എൻ്റെ സിസ്റ്റം കൊണ്ടായിരിക്കില്ല, ചിലപ്പോൾ എൻ്റെ മൈൻഡ് സെറ്റ് കൊണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ നെക്സ്റ്റ് ഡേ ഞാൻ ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും തിരിച്ചു വരും. അങ്ങനെയാണ് ഞാൻ പൊതുവെ നോർമലി ചെയ്യുന്ന ഒരു കാര്യം. ഓക്കെ, സോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം ഇൻട്രാഡേ സീരീസിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ്. ആൻഡ് ഒരുപാട് വീഡിയോസ്, ലൈവ് ട്രേഡ് വീഡിയോസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടി നിങ്ങൾക്ക് ആ വീഡിയോസ് വീണ്ടും കാണാം. പിന്നെ എൻ്റെ MDJ ടെലഗ്രാം ചാനലുണ്ട്, അതിൽ ജോയിൻ ചെയ്താൽ മതി. അതിൽ സ്ക്രീനറും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ ഫ്രീ ആയിട്ട് തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പുതിയൊരു എഡ്യൂക്കേഷണൽ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ ബൈ ബൈ, താങ്ക് യു.